election secretaries, and dear brothers and sisters in Christ. As we gather today here at this present premises, I am reminded of the importance of gratitude in our life. As it says in Thessalonians, Epistle chapter 5, verse 18, give thanks in all circumstances, for this is God's will for you in Jesus Christ. Let us take a moment to reflect God's blessing in our lives. Let us thank Him for His love, guidance, and provision. Let us also express our appreciation to one another for the support and fellowship we share in our church community. And കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായിട്ട് അഭിനന്ദ പിതാവായ മനസ്സിലുണ്ട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എഴുന്നള്ളി വരികയും നാമേവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതിനെപ്പറ്റി പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ മാമനിസ്റ്റർ ഇടവക്കാരനാണ്. അദ്ദേഹം ഞങ്ങളുടെ പള്ളി ഏതാണ്ട് 800-850 വർഷം പഴക്കമുള്ള പള്ളിയാണ്. ആ പള്ളി നമ്മുടെ കയ്യിൽ പോയി 264 ദിവസത്തോളം ഞങ്ങൾ അവിടെ പ്രാർത്ഥനയിലിരുന്നു. രാമകല് ആ വിഷമഘട്ടത്തിലൊക്കെ ഞങ്ങളൊരു ചെറിയ കൂര പോലെ പണിതു. ആ കൂരകളായിരുന്നു അന്ന് ഞങ്ങളുടെ സർവീസ് കാര്യങ്ങൾ. ആ സമയത്ത് തിരുവനന്തപുരത്ത് എഴുന്നേറ്റ് വരികയും ഞങ്ങൾക്ക് വേണ്ടതായ ഗൈഡൻസ് തരികയും ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു സെക്കൻഡ് ഞാൻ എടുക്കുകയാണ്. നിങ്ങളുടെ വലിയ സമയം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ഒരു വശത്ത് നമ്മുടെ ഗുരുസ്ഥാനികളായിട്ടുള്ള ആത്മീയ പിതാക്കന്മാർ, മറുവശത്ത് 78 കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം ഈ അൽമുത്തം ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വുമൺ സൊസൈറ്റി ഓഫ് UAE എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ അന്ന് ഗീവറീസ് പുളിയനച്ഛൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അൽമുത്ത ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ കൂടിയിരുന്നത്. അവിടുന്ന് നമ്മൾ ട്രിനിറ്റിയിലേക്ക് മാറി, ട്രിനിറ്റി പോയി ജബലായിലേക്ക് പോയി. ഇന്ന് മരുഭൂമിയിൽ മഞ്ഞിരിക്കലായിട്ട് പ്രശോഭിക്കുന്ന നമ്മുടെ മാർഗ്രേഷൻ ജാക്കബൈറ്റ് സിറിയൻ ചർച്ച് അവിടെ നൽകുന്നതായിട്ടുള്ള ആ ഒരു അനുഭവം. ഇപ്പം ഞാനിത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വേദിയിരിക്കുന്ന ഈ പട്ടക്കാരൻ മാത്രമല്ല, അന്ന് നമ്മുടെ പുളിയനച്ഛൻ, അതുപോലെ തന്നെ വർഗീസച്ചൻ, നമ്മുടെ ജോസഫ് റമ്പനച്ചൻ, അവിടുന്ന് ബേബി കലയച്ചൻ, അതുപോലെ തന്നെ തിരുപോസച്ചൻ തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ കുറേ അച്ഛന്മാരും ഈ സ്റ്റേജിലുണ്ടെന്നുള്ളൊരു ധാരണ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഈ പ്രായത്തിലും ഇവിടെയൊക്കെ കൂടിയിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരട്ടെ. പെട്ടെന്ന് നിർത്തിയേക്കാം. അപ്പോൾ ഈ അവസരത്തിലും ഇത്തരത്തിലുള്ള ഈ അവസരത്തിലും തിരുമനസ്സോടെ എഴുന്നള്ളി വരികയും അദ്ദേഹം നമ്മുടെ ഈ രീതിയിൽ ഈ ആത്മീയ നടപടികൾ ക്രമീകരിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ഒക്കെ നൽകിയ ആ ഒരു അവസ്ഥയ്ക്ക് തിരുമേനിക്ക് പ്രത്യേകം നന്ദി പറയുക. അത് എൻ്റെ പേരിലും ഫോർമർ മെമ്പേഴ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി പ്രകാശനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കോടതി അച്ഛന്മാർക്കും ശേഷം ബഹുമാനപ്പെട്ട വൈദിക ശേഷന്മാർക്കും ഈ സംഗമത്തിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. സംഗമ ക്രമീകരണങ്ങൾക്കായി സ്ഥല സൗകര്യങ്ങൾ അനുവദിച്ചിരുന്ന സെന്റ് മേരീസ് ബദർഹിൽ സിംഹാസന പള്ളി വികാരി റവറൻ ഫാദർ ജേക്കബ് നയനാൻ, ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി മെമ്പേഴ്സ്, ഇവിടുത്തെ പ്രധാന ശുശ്രൂഷ മിസ്റ്റർ ബാബു എന്നിവരോട് നന്ദിയും ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ അനുഗ്രഹീത ഇടവകയിലെ പുരോഹിതൻ റവറൻ ഫാദർ ഗീവർഗീസ് തെക്കനാഥോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണങ്ങളും എല്ലാം വെച്ച് ക്രമീകരണങ്ങൾ ചെയ്ത പ്രമാദ് കേറ്ററിംഗ് സർവീസ്
അതോടൊപ്പം ഇവിടെ ക്ലീനിങ് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരോടും ഈ സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുക.